റഷ്യയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് യുക്രൈൻ റഷ്യ യുദ്ധസമയത്ത് യൂറോപ്പിൻ്റെ അമേരിക്കയുടെ എല്ലാം ഉപരോധമുണ്ടായിരുന്നിട്ട് പോലും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത്. അത് അമേരിക്ക പലതവണ എതിർക്കുകയാണ്. ഇപ്പോൾ അതൊരു ഭീഷണിയായി മാറിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങുമോ? ഇല്ല, ഇന്ത്യ ആ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങില്ല. കാരണം ഇപ്പോൾ അമേരിക്ക പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന, ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഞങ്ങൾ 500% താരിഫ് തീരുവ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്നാണ്. ഒരു വരട്ടാണിത്. ഇത് കേട്ട് പേടിച്ച് ഇന്ത്യ ഇതിൽ നിന്ന് പിന്മാറും എന്ന് അമേരിക്ക കരുതുന്നെങ്കിൽ അതിനേക്കാൾ വലിയൊരു മണ്ടത്തരം വേറെയില്ല. കാരണം ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ശരിയാണ്, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അമേരിക്ക നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്നത് പോലെ ഒരു വരുമാനം ഈ എക്സ്പോർട്ടിലൂടെ നമുക്ക് കയറ്റുമതിയിലൂടെ നമുക്ക് വരുമാനം കിട്ടും. ലാഭം അല്ലേ? അതെ, അതൊക്കെ സത്യമാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യം എത്രയാണോ അതിൻ്റെ 38% ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ഈ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. അപ്പം നമ്മൾ ഒരു സാധനം വാങ്ങാൻ പോകുന്നു, ഉദാഹരണത്തിന് അരി വാങ്ങാൻ കടയിൽ പോയി എന്നിരിക്കട്ടെ, ഏറ്റവും വില കുറച്ച് അരി, നല്ല ക്വാളിറ്റിയുള്ള അരി വില കുറച്ച് കിട്ടുന്നിടത്തുനിന്നല്ലേ നമ്മൾ വാങ്ങുള്ളൂ. ഇതും അതുപോലെയാണ്. ഈ റഷ്യക്ക് നേരെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ തൊട്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കൂടെ ചേർന്ന് റഷ്യയിൽ ഉപരോധം ഏർപ്പെടുത്തി. നമ്മളൊന്ന് ആലോചിക്കണം, ഈ റഷ്യയിൽ നിന്ന് പ്രകൃതിവാതകം ഗ്യാസ് പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് വഴി യൂറോപ്പിലെത്തിയില്ലെങ്കിൽ പല രാജ്യങ്ങളും മരവിച്ച് തണുത്ത് ഉറഞ്ഞു പോകും. അവിടെയെല്ലാം വീടുകളിൽ ഈ പൈപ്പിലൂടെ പ്രകൃതിവാതകം വരികയും അതുപയോഗിച്ചാണ് അതിനുള്ളിൽ ഈ വീടിനകം ചൂട് പിടിപ്പിക്കുന്നത്. നമുക്കറിയാം, പഴയ ചിമ്മിനിയൊക്കെ ഉപയോഗിച്ച്, പണ്ട് വിറകാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഗ്യാസ് കത്തിച്ച്, ഈ പ്രകൃതിവാതകം കത്തിച്ചാണ്, നാച്ചുറൽ ഗ്യാസ് കത്തിച്ചാണ് ചെയ്യുന്നത്. അതിനൊക്കെ വലിയ തോതിൽ ഈ ഉപരോധം വലിയ ദോഷം ചെയ്തു. പറഞ്ഞതുപോലെ റഷ്യയിൽ നിന്ന് അവർക്ക് ഇത് കിട്ടാതെയായി മറ്റു പല രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ റഷ്യയ്ക്കും ഈ റഷ്യയുടെ ഈ സാധനങ്ങളൊന്നും കൃത്യമായിട്ടാണ്, ഇവരൊക്കെ മറ്റുള്ളവർ വാങ്ങിച്ചാലല്ലേ വരുമാനം കിട്ടും. അപ്പോൾ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായി. ആ സമയത്താണ് ഇന്ത്യ സഹായഹസ്തവുമായി ചെല്ലുന്നത്. ഞങ്ങൾക്ക് വില കുറച്ച് എണ്ണ വേണം, നിങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കൊള്ളാം. അങ്ങനെ റഷ്യയിൽ നിന്ന് 38%, നമ്മുടെ എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ 38% നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുകയാണ്. അതുപോലെ സൗദിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നുണ്ട്. ഏറ്റവും കുറച്ച് വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച്, ഒന്ന്, അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ നമ്മൾ വാങ്ങുന്നത് വളരെ കുറവ്. 2, ഈ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ സഹായിക്കാൻ നമ്മൾ ചെല്ലുന്നു. ഈ 2 പ്രശ്നങ്ങളുമാണ് അമേരിക്കയെ കൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു നിലപാടെടുപ്പിക്കുന്നത്. ഇപ്പോൾ ഈ റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഈ ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് റഷ്യയെ അമേരിക്കൻ ഉപരോധത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, റഷ്യയ്ക്ക് കരുത്ത് കൊടുക്കാൻ ആരൊക്കെയാണോ കൂടെയുള്ളത് ആ രാജ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ ഇറക്കുമതി ചുങ്കം 500% ഉയർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെതിരെ ഇന്ത്യ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. US-ലെ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസേ ഗ്രഹാമിനോടാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത് ഈ ഊർജ്ജ ലഭ്യതയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് ഇതിന് ഞങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഞങ്ങളുടെ താല്പര്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ വില കുറച്ച് എണ്ണ കിട്ടുന്ന സ്ഥലത്തുനിന്ന് അത് വാങ്ങും. നാളെ നമുക്കറിയാം, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള അകലം അറിയാം, റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള അകലം അറിയാം. ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ എളുപ്പം റഷ്യയിൽ നിന്നാണ്. ഇതെല്ലാം ഇതിനകത്തൊരു ഘടകമാണ്. അപ്പോൾ സൗദിയിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, പല അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, ഇറാനിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ രാജ്യങ്ങളും അവരവരുടെ സൗകര്യത്തിനും അവരവരുടെ ലാഭവും നോക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇപ്പോൾ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക പറയുന്നതെന്ന് വെച്ചാൽ ഈ റഷ്യയ്ക്ക് ഉപരോധം മറികടക്കാൻ സഹായിക്കുന്നത് നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. അത് പക്ഷേ ഇന്ത്യ വലിയ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ വലിയ പ്രാധാന്യം, കുറച്ച് നാളുകളായി തന്നെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നതായി പല തോന്നലുണ്ടല്ലോ.
അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും ശരി, അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യമേ ഉള്ളൂ. അവർക്ക് മറ്റൊരു രാജ്യത്തിനോടും അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, പ്രതിബദ്ധതയൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയോട് അവർക്ക് താല്പര്യമുണ്ട്. എന്താണ്? 145 കോടിയാണ് ഇവിടുത്തെ ജനസംഖ്യ. ഇതൊരു വലിയ വിപണിയാണ്. അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു വലിയ വിപണിയാണ്. അത് ക്രൂഡ് ഓയിൽ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഇന്ത്യയിൽ വലിയ മാർക്കറ്റുണ്ട്. ഈ മാർക്കറ്റാണ്, അല്ലെങ്കിൽ ആ വിപണി മൂല്യമാണ് അമേരിക്കയെ ഇന്ത്യയുമായിട്ട് കൂട്ടുചേരാൻ, അടുപ്പിക്കാൻ, സൗഹാർദ്ദത്തിൽ പോകാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ ഇന്ത്യയോട് എന്തെങ്കിലും സ്നേഹം അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന് കരുതണ്ട. അങ്ങനെ കരുതിയാൽ പിന്നെ നമ്മളെക്കാൾ വലിയ മണ്ടന്മാർ വേറെയില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ പല നയങ്ങൾക്കും നമ്മൾ കൂട്ടുചേരാനോ അമേരിക്കയുടെ തോളിൽ കൈയിടാനോ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായി മാറാനോ ഒന്നും ശ്രമിക്കാതെ നമ്മളൊരു സ്വതന്ത്ര നിലപാടും എടുത്ത് മാറി നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഈ ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങൾ ആയി ബന്ധപ്പെട്ടൊരു കരാർ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഏർപ്പെടണം എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. ഇന്ത്യ സാധ്യമല്ല എന്നറിയിച്ചു. ഒരിക്കലും അത് നടക്കില്ല. ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് അതായത് ഇവിടെ നമ്മുടെ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വിലയില്ലാതാവും. മറ്റത് അവിടുന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഇറക്കുമതി ചെയ്യുന്ന സാധനം ഇതിനകത്ത് വിത്ത് കാണില്ല. അപ്പോൾ തന്നെ ഇതിൻ്റെ ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്നൊരു പഴം, ഒരു മാമ്പഴമാണെന്നിരിക്കട്ടെ. ആ മാമ്പഴം കഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ വിത്ത്, അതിനകത്തുള്ള മാങ്ങേണ്ടി നമ്മൾ പറമ്പിലേക്ക് എറിയും, അല്ലേ? അതവിടെ കിടന്ന് പൊടിക്കും, അതിൽ നിന്നൊരു മാവുണ്ടാവും, അങ്ങനെയല്ലേ? പക്ഷേ ഈ ജനിതക മാറ്റം വരുത്തിയ സാധനത്തിനകത്ത് ഇതൊന്നും കാണില്ല. നമ്മളവിടെ കഴിച്ചു, അത് കഴിഞ്ഞു. അപ്പോൾ നിരന്തരം അവരെ ആശ്രയിച്ച് ഈ ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ നാട്ടിലെ കർഷകരുടെ നടുവൊടിക്കുന്നു. ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞെങ്കിലും ഇതൊരു വലിയ ഭീകര സ്വത്വമാണ് ഈ സാധനം. നമ്മുടെ കർഷകർ മുഴുവനും അതോടെ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും. അതൊന്നും ഇന്ത്യ വഴങ്ങില്ല. ഇന്ത്യ ഒരു കാർഷിക രാഷ്ട്രമാണ്. ഇപ്പോൾ തന്നെ 12% GDPയുടെ 12% നമുക്ക് കാർഷിക മേഖലയിൽ നിന്ന് വരുന്നുള്ളൂ. അത് വർദ്ധിപ്പിക്കാനാണ്, അതൊരു 30% എത്തിക്കാനാണ് മോഡി സർക്കാരിൻ്റെ ശ്രമം. അതിനു വേണ്ടുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയെ പണയം വയ്ക്കുന്ന ഒരിടപാടിനും ഇന്ത്യ മുന്നോട്ട് പോവില്ല, അതിന് തയ്യാറുമല്ല. പിന്നെ ഇവിടെ ചില ഈ വായ്പോയ കോടാലികളുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം കാണുന്ന ഒരു ചുവന്ന കുടി ഉണ്ടല്ലോ, അതും വീശി നടക്കുന്ന ചില പാർട്ടികൾ ഇന്ത്യയിലുണ്ട്. അവരിതൊക്കെ ഇങ്ങനെ വിളിച്ചു കൂവി നടക്കും, ഇന്ത്യ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ. ഒരു കാര്യം ഇപ്പോൾ കോൺഗ്രസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ അടിയറവ് പറഞ്ഞു. ഇന്ത്യ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ വിമാനം വരെ അടിച്ചിട്ടു ഇന്ത്യ. അമേരിക്കയുടെ F-35 താഴെയുള്ള 4ാം തലമുറയിൽപ്പെട്ട വിമാനം പാകിസ്ഥാൻ്റെത് അടിച്ച് നിലം പരിശാക്കിയിട്ട കാഴ്ച കണ്ടു. ഈ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള വ്യോമതാവളം, നൂർഖാൻ എന്ന് പറയുന്ന വ്യോമത്താവളം, ഇപ്പോൾ ആ വ്യോമതാവളം ഇല്ല, അവിടെ ഒരു വലിയ കുഴിയാണ്, അഗാധമായൊരു ഗർത്തമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ മഴയെങ്ങാനും പെയ്താൽ അത് നിറഞ്ഞ് വെള്ളം നിറയും, അതൊരു വലിയ തടാകമായി മാറും. വെള്ളത്തിൻ്റെ ആവശ്യവും അതെ, അവർക്കാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ ഈ രാഹുൽ ഗാന്ധിക്കും ഈ പ്രതിപക്ഷത്തിനുമൊക്കെ കിളിപോയി കിടക്കുകയാണ്. അവർക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നരേന്ദ്രമോദിയെ എന്തിനും ഏതിനും കുറ്റം പറയുക, BJPയെ ചീത്ത പറയുക, ഇതാണ് അവരുടെ നയം. പക്ഷെ അതൊന്നും അല്ല ഇവിടെ. നമ്മൾ വളരെ കൃത്യമായിട്ട് ഇനി ഏത് സർക്കാർ വന്നാലും നമ്മുടെ ഒരു സംവിധാനമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു നിയമവാഴ്ചയുണ്ട്, ഭരണഘടനയുണ്ട്, അച്ചടക്കമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം മറികടന്നൊന്നും ആരും പോവില്ല, നരേന്ദ്രമോദി പ്രത്യേകിച്ചും പോവില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്നും നമ്മളങ്ങനെ വലുതായിട്ട് ആശങ്കപ്പെടേണ്ട. പക്ഷേ ഈ പറഞ്ഞതുപോലെ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടുള്ള ഈ അസ്വാരസ്യം അത് നമുക്കൊരു വെല്ലുവിളി തന്നെയാണ്. അമേരിക്ക നമുക്കെതിരെ പണി വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അത് പണ്ട് ആണവ പരീക്ഷണം നടത്തിയപ്പോഴും നമ്മൾ കണ്ടതാണ്. അന്ന് വാജ്പേയി പറഞ്ഞ് ടാറ്റ ബൈ ബൈ, നിങ്ങൾ എന്ത് വേണേ ചെയ്തോ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും. ഇവിടെ അതേ പറയാനുള്ളൂ. അമേരിക്കയ്ക്ക് അമേരിക്കയുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. ഈ വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കു കൊട്ടി പേടിപ്പിക്കാൻ വരരുത് എന്ന് മാത്രമേ ഈ അമേരിക്കയോട് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.